ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ എന്താ പറയുക, തമിഴിൽ കണ്ടേക്കണിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് മോണിറ്റൈസർ ആവണമെങ്കിൽ കുറേ സമയം വേണം ഗൈസ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എന്താ വെച്ചെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടുനോക്കാതെ എനിക്ക് ലൈക്കും കമൻറ്റ് അടിക്കുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മുമ്പിലോട്ട് പോകാൻ പറ്റും. സോ അതാ ഇന്ന് കുറച്ച് എനിക്ക് ലേറ്റായി പോയി ഗൈസ്. അപ്പം അങ്ങനെ കിച്ചണിൽ വന്നിട്ട് നോക്കുമ്പോൾ നല്ല കൽത്തപ്പാന്നുണ്ടായിന്. സോ ഞാൻ ഇന്ന് എന്താക്കേണ്ടത്, ഇതാ മാച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടി ഇട്ടാ എനിക്ക് രാവിലെ എണിച്ചപ്പാട് അടിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയെടുത്തെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പണിയെടുത്തൊക്കെ എനിക്കൊരു ഫീല് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ എന്തോ ആവും. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവം തുണി മടക്കൽ. ഇത് കാണിട്ടാൽ എൻ്റെ ബോധം പോകുന്നുണ്ട്. ഇത്രയൊന്നല്ല മോളിൽ ഇന്നുണ്ട്. എപ്പോൾ എനിക്ക് അഥവാ കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ ആക്കിയതാ ഞാൻ ഇത് മടക്കിയേക്കും. പക്ഷേ മടക്കി വെച്ചത് എടുക്കണമെങ്കിൽ അതിനും ടൈം എടുക്കൂട്ടെ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇതാവും മടക്കി വെക്കുന്നത് പണി. എത്ര ഒന്നാമത് ഇപ്പം മഴയല്ല, ഉണങ്ങാനല്ല എന്ത് പണിയെന്നറിയാം. പിന്നെ അതേ കണിക്ക് എന്താ പറയലേ, എനിക്ക് ഈ ബാക്കിയുള്ള പണിയെടുക്കുന്നേക്കാളും ഇത് ഈ പണിയെടുക്കുന്നേക്കാളും ബാക്കിയുള്ള പണി ഞങ്ങൾക്ക് ഈസിയായിട്ട് എത്തുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നത് എന്താ വെച്ചെങ്കിൽ രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചില്ല. എന്താ വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര മടി ഗൈസ്. ഇല്ലെങ്കിൽ ഉറങ്ങിച്ചപ്പാട് ഞാൻ വെള്ളം കുടിക്കൂട്ടോ. ഇപ്പോൾ വെള്ളം പോട്ട് ഒന്നും ഞാൻ കുടിക്കില്ല. എനിക്ക് ഈ ഡ്രസ്സിനെല്ലാം കാണുമ്പോണ്ടല്ലോ ക്ഷീണം പെയ്യുന്നുണ്ട് ഗൈസ്. എത്രയോ ഉണ്ട്. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് മടിക്കേക്കാൾ കഴിയില്ല കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, എന്തൊക്കെ ഉണ്ടല്ലോ ഒരാൾക്ക് കമൻ്റ് ആക്കിയിട്ട് തടി വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഗൈസ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ തോന്നുന്നുണ്ട്? എനിക്ക് ശരിക്കും ഉണ്ടല്ലോ എൻ്റെ ഏജ് എത്രയാണെന്ന് പറഞ്ഞിട്ട് ഗസ്സാക്കാം കേട്ടോ. സോ എന്ത് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ എല്ലാവരും എൻ്റെ ചോദിക്കുന്നുള്ളത് അധികം എൻ്റെ ഡയറക്റ്റ് കാണുമ്പോൾ ഇന്നും ചെറുത് കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സാ 10ാം ക്ലാസ്സാ ഈ കോളേജെല്ലാം പറഞ്ഞെങ്കിൽ പിന്നെ എനിക്കൊരു ഹാപ്പി ഉണ്ടാവും. ഇത് ചെറിയ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്നറിയോ. സോ എനിക്കിപ്പോൾ അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട്. സോ 20ഒന്നുമല്ല, എന്നാലും ഏജ് ആയിട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ ആ ഏജ് തോന്നിക്കില്ല. സോ എന്താ പറയലേ, ഇത്ര ഏജ് ആയിട്ട് എനിക്കുണ്ടല്ല, ഞാൻ ഇത്രയും സ്ലിം ആയിട്ടുള്ളത് എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ഒരു ഓക്കെ അല്ല. എന്താ വെച്ചെങ്കിൽ കുറച്ചെങ്കിൽ തടി വേണം. ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്നറിയോ, അധികം മെലിഞ്ഞിട്ടുള്ളവർക്കുള്ള പ്രശ്നം അധികം തടിയുള്ളവർക്ക് പ്രശ്നം സെയിം ആയിരിക്കും കേട്ടോ. തടിയുള്ളവരെ നോക്കിയിട്ട് പറയും എന്തപ്പോൾ അവൾ ഇത്ര തടിയെന്ന് പറഞ്ഞില്ലെങ്കിലും ബാക്കിൽ പറയും. പക്ഷെ മെലിഞ്ഞിട്ടെങ്കിൽ ഓളെ ഒരു കോലം നോക്കി ഓക്ക് തിന്നാനൊന്നും കൊടുക്കുന്നില്ലെന്ന്. പക്ഷെ എന്താക്കല്, തടി ഉള്ളവരെങ്ങനെയെന്നറിയാം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് തടി കൂടും. പക്ഷെ നമ്മൾ ഇനി ബക്കറ്റും ഫുഡ് കഴിച്ചാലും നമുക്ക് വരില്ല കേട്ടോ. സോ എനിക്ക് അറിയില്ല, ഞാൻ തടി വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ എന്തെങ്കിലും കഴിക്കും. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കൽ കുറവ് കഴിക്കില്ല ഞാൻ. അഥവാ എപ്പോഴെങ്കിലും കഴിച്ചെങ്കിൽ നല്ല പാങ്ങിൽ കഴിക്കും, അത്ര തന്നെ. പക്ഷെ ഞാൻ എന്നെ പ്രസവിച്ചിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് തടി വെച്ച് പിന്നെ ഓന് ഫീലിംഗ് ആക്കുമ്പോഴത്തേക്ക് ആ തടി മൊത്തത്തിൽ പോയിട്ടാണ്. ഇപ്പോൾ 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന പണി കാണിക്കാനാണുള്ളത്. സോ എന്ത് പറയൽ, തടി വെക്കാനുള്ള പണ്ടെല്ലാം ഞാനുണ്ടല്ല മാരേജ് ആകുന്ന മുമ്പ് തടി വെക്കണമെങ്കിൽ രാത്രി ചോറ് രാവിലെ ആകുമ്പോഴത്തേക്ക് അതിന് തൈര് നെയ്യ് നല്ല, അതായത് പശു നെയ്യ് ഉണ്ടല്ല, അത് നമ്മുടെ നാട്ടിലത്തെ ഒരു ചേട്ടനാക്കുന്നുണ്ടെങ്കിൽ അവരാർന്ന് കൊണ്ടുവന്നിട്ട് അതിന് മിക്സാക്കിയിട്ട് കഴിക്കൂട്ടോ. വേറൊന്നും അങ്ങനെ കഴിക്കില്ല. നല്ല കഞ്ഞിയും തൈര് ഇതെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കൽ. പക്ഷേ എല്ലാവരും പറയില്ലേ, ഇപ്പോൾ തിന്നെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടല്. എനിക്കിപ്പോൾ 10 കൊല്ലമായെങ്കിൽ എനിക്ക് റിസൾട്ട് വന്നിട്ടാ. സോ എന്തെല്ലോ ലേഹ്യം, എന്തെല്ലോ ടോണിക്ക്, ഞാൻ തിന്നാത്ത സാധനം അകെ ഒന്നുള്ളത് മറ്റേ മട്ടൻ്റെ സൂപ്പ് ഉണ്ടല്ലോ, മട്ടൻ അതിൻ്റെ ഇത് മാത്രമല്ലാതെ വേറെ എല്ലാ ഫുഡും ഞാൻ കഴിച്ച് നോക്കിയിട്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തടി വരുന്നില്ല. ഇനി എന്താക്കിയാലും എൻ്റെ തടി വരുന്നില്ല. സോ എന്തെങ്കിലും തടി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻ്റ് ആക്കാം. എന്താ വെച്ചെങ്കിൽ ഞാനിങ്ങനെ ഇപ്പോൾ ഞാൻ ജിമ്മിന് പോകുമ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് ഞാൻ മുട്ട അങ്ങനത്തെ ഇതെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. 3 മുട്ട പിന്നെ അതേ കണക്ക് ബനാന ഷേക്കെല്ലാം ആക്കിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതിൻ്റെ ഒരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ട. ഇപ്പോൾ കിട്ടിയില്ല, ബയ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. സോ അഥവാ നിങ്ങൾക്ക് എന്നെ മെലിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോ കുറച്ച്
റിസൾട്ട് കിട്ടുന്നതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാം കേട്ടോ. സോ നോക്കല്ല അതെങ്കിലും കഴിച്ചിട്ട് എനിക്ക് തടി വെക്കുമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മതി, കുറച്ചൊരു ബർക്കത്ത് കണ്ടാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. പിന്നെ എന്താ ഇവിടെ ഫുഡെല്ലാം റെഡിയാണെന്നില്ല കേട്ടോ, ചിക്കൻ കറി. പിന്നെ എന്താ ഇന്നുണ്ടല്ല കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, മഞ്ഞളിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടയാക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സൈഡിൽ ചിക്കൻ കറി ആക്കുന്നുണ്ട്, ആ സൈഡിൽ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാക്ക റെഡി ആകുന്നുണ്ട്. അങ്ങനെ എന്താ പറയലും. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അല്ലാതെ റെഗുലറായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നിട്ടുണ്ട്. സോ മറക്കല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേക്ക് എനിക്ക് ഉണ്ടല്ല ലൈക്കും കമൻറ്റും അടിക്കുക കേട്ടോ. പിന്നെ ഇടപ്പാക്ക റെഡിയായി. ഇനിയുള്ള ടാസ്ക് എന്തായിരിക്കും, ഇല ഉമ്മെല്ലാം മുറിച്ചിട്ട് കൈയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തോർത്തിട്ട് ഇനി ഇത് ഫുള്ള് ഫില്ലാക്കാനോ കേട്ടോ. പണ്ടെല്ലാം സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഉമ്മാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്ത് രസം എന്നറിയാം തിന്നാനേ. പക്ഷേ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാനാക്കുന്ന കൊണ്ടല്ല, എനിക്കിപ്പോൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇക്കാൻ്റെ ഉമ്മ കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഒരിക്കൽ നോക്കിയാൽ മതി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്കും. പക്ഷെ പറഞ്ഞെന്തെങ്കിൽ എന്നെ കൊണ്ട് ഫുഡാക്കാനും പറ്റിയില്ല കേട്ടോ. അതിടണം ഇതിടണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ജസ്റ്റ് ഒരിക്കൽ കണ്ടാൽ മതി, നെക്സ്റ്റ് ഞാൻ അതേ കണക്ക് ആക്കും. അതൊരു കഴിവാണ്. പിന്നെന്താ പറയല്, ഇത് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഉള്ള ടാസ്ക് കിട്ടാം. പിന്നെ അതിനിടയിൽ അയ്യാനും എൻ്റെ പൊന്ന് അയ്യാൻ്റെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. വലുതാന്നാ കാണിക്കുക. നെക്സ്റ്റ് മന്ത് എനിക്ക് 3 വയസ്സാവും. ഇനി അംഗൻവാടി ആക്കണം ഗൈസ്. പെരക്ക് നിർദ്ദേശങ്ങൾ ശരിയായേ ഇല്ല. കുരുത്തക്കേട് കുറവല്ലേന്ന് പറഞ്ഞിട്ട് അംഗൻവാടിയിലേക്ക് അയക്കണം. പിന്നെ പിന്നെ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് നല്ല മഴ ഒരു കാലാവസ്ഥ ഒരു പങ്കുണ്ടായിട്ട് അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. അങ്ങനെ എണിച്ച് പിന്നെ ചായയും എന്താ പറയുക നേരത്തൊക്കെ അടുത്ത് നിന്നില്ല ഇതിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുന്ന കാണിക്കൊന്നുമല്ല. അപ്പോൾ ഇത് നല്ല പാങ്ങില തോന്നിയിട്ട് പിന്നെ ഒരു എന്താ പറയല് വാക്ക് പോകണം. എല്ലാവരും അങ്ങാടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉമ്മവും ഇക്ക മെയിനായിട്ട് ഇവിടെ വന്നത് എന്താ വെച്ചെങ്കിൽ ഔക്കാടിൽ ഫുള്ള് മരത്തിൽ ഔക്കാട് ഉണ്ടായിരുന്നു. ഇപ്പം ഫുള്ള് ചീഞ്ഞിട്ട് ഒരു ഔക്കാടും ഇല്ല കേട്ടോ, ഒരെണ്ണം ഇല്ല. സോ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഫുള്ള് പോയി. അങ്ങനെ ഇവിടുത്തെ ഇപ്പോൾ ക്ലൈമറ്റും ഒരു എന്താ പറയുക കാലാവസ്ഥ ഇത് ഇട്ടാ. സോ എന്താ പറയുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. ബൈ.